ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. ഇതാണ് ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ സർക്യൂട്ട്. നമ്മൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം LC ഓസിലേറ്റർ സർക്യൂട്ടിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്താകുന്നുണ്ട്. അപ്പൊ ഇതിലെ മെയിൻ പാർട്സ് ഏതൊക്കെയാ? ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ടായിരിക്കും, അതേപോലെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്, പിന്നെന്താ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇപ്പൊ 3 പാർട്സ് ആണ് ഒരു LC ഓസിലേറ്ററിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ടാങ്ക് സർക്യൂട്ട്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അതേപോലെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പൊ ടാങ്ക് സർക്യൂട്ട് എന്താ? ഒരു LC പാരലൽ സർക്യൂട്ട്. എല്ലാം ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലായി കണക്ട് ചെയ്ത രീതിയിലായിരിക്കും. അതെന്ത് ചെയ്യും? ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എല്ലിന്റെയും സിയുടെയും വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനുശേഷം എന്താ? ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. എന്തിനാ? ഈ ഓസിലേഷനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടായിരിക്കും. അതേപോലെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് ചെയ്ത് ടാങ്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അപ്പൊ ഇത്രയാണ് മെയിൻ പാർട്സ്. അപ്പൊ നോക്കാം ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് കാണാം അല്ലെ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ആംപ്ലിഫയർ സർക്യൂട്ട്. R1, R2, RE, CL എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്ക്. ഇതില് ഈ ബയാസിംഗ് നെറ്റ്വർക്കിന് ഡയറക്റ്റ് ബേസിലോട്ടാണ് സാധാരണ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇതിലെന്താ? ഒരു ഫീഡ്ബാക്ക് കോയിൽ L2 യൂസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമ്മള് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, സസ്റ്റൈൻഡ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബാർക്കേഴ്സൺ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞു ഇല്ലേ. എന്താ ബാർക്കേഴ്സൺ ക്രൈറ്റീരിയ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബീറ്റ എ ഈസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബീറ്റ ഈസ് ഈക്വൽ ടു 1. പിന്നെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൌണ്ട് ദി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി. അപ്പൊ 2 കണ്ടീഷൻസ് ആണ് ബാർക്കേഴ്സൺ ക്രൈറ്റീരിയ. അതേപോലെ നമ്മൾ സസ്റ്റൈൻഡ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ പഠിച്ചത്? The amount of energy supplied to the tank circuit must be sufficient to overcome the losses. നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജി ടാങ്ക് സർക്യൂട്ടിനകത്ത് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? ലോസസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന എനർജി. അതേപോലെ എന്താ? ദി സപ്ലൈഡ് എനർജി ഷുഡ് ഹാവ് ദി സെയിം ഫ്രീക്വൻസി ആസ് ദാറ്റ് ഓഫ് ദി ഓസിലേഷൻ ഇൻ ദി ടാങ്ക് സർക്യൂട്ട്. നമ്മളെ സപ്ലൈ ഫ്രീക്വൻസിയും അതേപോലെ ടാങ്ക് സർക്യൂട്ടിനകത്തുള്ള ഓസിലേഷന്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പിന്നെന്താ പഠിച്ചത്? ദി സപ്ലൈഡ് എനർജി ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് ദി ഓസിലേഷൻ സെറ്റപ്പ് ഇൻ ദി ടാങ്ക് സർക്യൂട്ട്. അതായത് എന്താ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയാ? 360 അല്ലെങ്കിൽ 0 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിന്റെ വർക്കിംഗ് എങ്ങനെയാ നോക്കാം. ഇതിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്താ? ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്, ഫീഡ്ബാക്ക് കോയിൽ L2, അതേപോലെ ടാങ്ക് സർക്യൂട്ട് L1, C1 ടാങ്ക് സർക്യൂട്ട്. ഇതില് പ്രാക്ടിക്കലി L1 ആൻഡ് L2 എന്തായിരിക്കും? ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് ആയിരിക്കും. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ നോക്കാം. നമ്മള് സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് when the supply is switched on, the collector current rises to its quiescent value and charges the capacitor C1. സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ C1 എന്ത് ചെയ്യും? ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇൻഡക്ടറിലേക്ക് കൂടി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ കപ്പാസിറ്ററിനകത്ത് ചാർജ് എന്താ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. ഇത് ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് ഇൻഡക്ടറിലേക്ക് കൂടി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഇൻഡക്ടർ എന്ത് ചെയ്യും? മാഗ്നറ്റിക്കൽ ഫോമിൽ ഈ എനർജി സ്റ്റോർ ചെയ്യും ഇല്ലേ. ഇനി ഈ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ്ഡ് ആകുന്ന സമയത്ത് എന്താ? ഇൻഡക്ടർ ഫുള്ളി ചാർജ്ഡ് ആവും. ഇനി കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയി ഇൻഡക്ടർ ഫുള്ളി എനർജി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞത് എന്ത് ചെയ്യും? ഡി എനർജൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കപ്പാസിറ്ററിലേക്ക് കൂടി ഡി എനർജൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. വീണ്ടും കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഫുള്ളി ചാർജ്ഡ് ആവും ഇല്ലേ. ഇനി വീണ്ടും ഇത് ഡിസ്ചാർജ് ചെയ്യും ഇൻഡക്ടറിലേക്ക് കൂടി. ഈ ചാർജിങ് ഡിസ്ചാർജിങ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻ എന്ന് പറയുന്നത് ഈ L1നെ C1നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻ ഫ്രീക്വൻസി. When the capacitor is fully charged, it discharges through the coil L1, setting up oscillation in the tank circuit. The oscillation induces some voltage in the coil L2 by mutual induction. ഇതിൽ നമ്മൾ പറഞ്ഞു എന്താ? L1, L2 എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി ആണല്ലേ. ഇതിൽ എന്തുണ്ടാവും? മ്യൂച്വൽ ഇൻഡക്ടൻസ് വഴി ഈ L2 കോയിൽ എന്ത് ചെയ്യും? ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇത് L2 എന്ന് പറയുന്നത് എന്താ? ഈ ബയാസിംഗ് നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആണല്ലേ. ഈ L2 ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും ഈ ബേസ് എമിറ്ററിനെ ക്രോസ് അപ്ലൈ ചെയ്യുന്നത്. ഇതില്
എന്താ അപ്പൊ ഈ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണല്ലേ L2-നകത്തുള്ളത്. ഈ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ ഇൻപുട്ടിലോട്ടല്ലേ ഇതിൽ എനർജി വരുന്നത്. അപ്പൊ ഈ L2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ബേസിലും എമിറ്ററിന് അക്രോസ് ഉണ്ടാവുക. ഇതാണ് ആംപ്ലിഫൈ ചെയ്ത് കളക്ടറിന് അക്രോസ് കിട്ടുക. അപ്പൊ അതിനനുസരിച്ചാണ് ഇതിൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതില് നോക്കുക, ദി വോൾട്ടേജ് അക്രോസ് L2 provides AC feedback voltage. This voltage is supplied between base and the emitter and appears in the amplified form in the collector circuit. The number of turns of L2 and coupling between L1 and C1 are so adjusted that oscillation across L2 are amplified to a level sufficient to overcome the losses in the tank circuit. ഇതില് നമ്പർ ഓഫ് ടേൺസ് L2ന്റെ നമ്പർ ഓഫ് ടേൺസും അതേപോലെ L1 L2-നിടയിലുള്ള കപ്ലിങ്ങും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഈ ടാങ്ക് സർക്യൂട്ടിനകത്ത് എന്താ ലോസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇതിലുള്ള ലോസസിനനുസരിച്ചായിരിക്കും L2 അക്രോസ് ഉള്ള വോൾട്ടേജ്. ഇതില് ഈ വോൾട്ടേജിനനുസരിച്ചാണ് കളക്ടർ ടെർമിനലിൽ ആംപ്ലിഫൈഡ് സിഗ്നൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് വീണ്ടും ഇതിൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ L2 നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി L2 വൈൻഡിങ് അതേപോലെ ഇതിന് L1 L2 തമ്മിലുള്ള കപ്ലിംഗ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ടാങ്ക് സർക്യൂട്ടിനകത്തുള്ള ലോസസ് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം, ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ആംപ്ലിഫയർ ആണല്ലേ. അപ്പൊ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി common emitter amplifier and another 180 degree phase shift is provided by the transformer. Total 360 degree phase shift. Total 360 degree phase shift എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ബിറ്റ്വീൻ ദി ടു അല്ലേ. ഇതില് a phase shift is provided by transistor amplifier and an additional 180 degree phase shift is provided by transformer, thus producing total phase shift of 360 degree between output and input, resulting positive feedback between the two. The oscillation depends upon the values L1 and C1. എന്താ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓസിലേഷൻ ഫ്രീക്വൻസി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു? L1-ന്റെ C1-ന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എങ്ങനെയായിരിക്കും? F is equal to frequency of oscillation F is equal to 1/2 root of L1 C1 ഹെഡ്സ്. അത്രയായിരിക്കും ഈ ഓസിലേഷൻ ഫ്രീക്വൻസി. അതേ ഫ്രീക്വൻസിയിലായിരിക്കും ഈ L2. ഇതെന്താ ശരിക്കും ട്രാൻസ്ഫോമർ ആണല്ലോ. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറിയിൽ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പം സെയിം ഫ്രീക്വൻസി ആയിരിക്കും നമ്മളെ ബേസിന് ഇൻപുട്ടിലോട്ട് അല്ലെങ്കിൽ ബേസിന് എമിറ്ററിന് അക്രോസ് വരുന്ന ഫ്രീക്വൻസിയും അതേപോലെ ഓസിലേഷൻ ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1/2 root of L1 C1 ഹെഡ്സ്. ഇത്രയാണ് ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിന്റെ വർക്കിംഗ്.